ഈ 18 വയസ്സും 19 വയസ്സായ കുട്ടികൾ, നമ്മുടെ 18 വയസ്സായ കുട്ടികൾ ഇത്ര ഉള്ളു ഇപ്പോ, ഉണ്ടോ? അല്ലേ? ഇത്ര പോകുന്ന പിള്ളേരാണ്, വലിയ ആരോഗ്യമുള്ള കുട്ടികളൊന്നുമല്ല. ഈ 18, 10, 19 വയസ്സ് പോകുന്ന പിഞ്ചു പാലും വിടാത്ത കുട്ടികളെ എങ്ങനെയാണ് ഹോട്ടൽ അടിച്ചു തറക്കാൻ കാരണമായത് എന്ന് ആ പത്രം വെച്ച് ഞാൻ ഇന്ന് രാവിലെ വായിച്ചു. ഈ വായിച്ചോ മോനെ? അല്ലെ മോളെ, ഈ ന്യൂസ് വായിച്ചോ? ഇല്ല, എന്നാ ഒന്ന് വായിക്കുക. എന്തായാലും പറയുന്നത് എന്താ കുട്ടികൾ ഇങ്ങനെ ചെയ്യുക, എന്തുകൊണ്ടാ കുട്ടികൾ ഇങ്ങനെ ചെയ്തത്? ആ രീതിയിലേക്ക് ഒരു ചർച്ച കൊണ്ടുവരാൻ നമുക്ക് കഴിയണ്ടേ? വേണോ? അപ്പൊ ഈ കുട്ടീന്റെ മനസ്സിൽ നമ്മൾ നേരിട്ട് പറയാതെ, അല്ലെ, ഈ ലഹരി അപകടമാണെന്നോ, മോനെ നീ ഉപയോഗിക്കരുതോ, ഈ കഞ്ചാവ് വലിക്കരുത്, ഈ മറ്റേ അടിക്കരുത് എന്ന് പറയുമ്പോ കുട്ടി തിരിഞ്ഞ് റബലാണ്. ഈ ടീനേജ് എന്ന് പറഞ്ഞാല്, അല്ലെ, ഏതാ ടീനേജ്? 13, 14, 15, 16, 17, 18, 19. ഈ ടീനേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അപകടം പിടിച്ച ഏജ് ആണെന്നാ പറയുന്നത്. രക്ഷിത കുട്ടികളുടെ ഏറ്റവും വലിയ റബൽ അവന്റെ അച്ഛനും അമ്മയും ഉമ്മയും ബാപ്പിയായി മാറുന്നൊരു കാലഘട്ടമാണ് ഈ ടീനേജ്. വീടിനുള്ളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്ന പ്രായം, ഹൈസ്കൂളിൽ നിന്നും പ്ലസ് ടുവിലേക്ക്, മുമ്പ് കോളേജുകളിലേക്ക് പുറത്തേക്ക് ഇറങ്ങുന്ന പ്രായമാണ് ഈ ടീനേജ്. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട, കുട്ടികൾക്ക് നല്ല വഴി കാണിച്ചു കൊടുക്കേണ്ട സമയമാണ് ഈ ടീനേജ്. എന്താ പറയാ? അപ്പൊ നേരിട്ട് ഇവനോട് ഈ കഞ്ചാവ് വലിക്കരുത്, ലഹരി അപകടമാണ്, മയക്കുമരുന്ന് ഉപയോഗിക്കരുത്, മോനെ 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 എന്നൊരു 1000 വട്ടം നിങ്ങൾ വീട്ടിലിരുന്ന് ഉപദേശിക്കുന്നതിനേക്കാൾ 10 മടങ്ങ് ശക്തിയോടുകൂടി അവന്റെ മനസ്സിൽ ഈ ആശയം തറയ്ക്കാനുള്ള ഏറ്റവും വലിയ മാർഗമാണ് ഈ ഒരു പത്ര കട്ടിങ് വെച്ച്. ഞാനൊരു ഉദാഹരണം പറഞ്ഞാണ്. നമ്മുടെ നാട്ടിലുണ്ടാവും, നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ വെള്ളടിച്ച് പോയ പ്രശ്നങ്ങളുണ്ടാവും, അല്ലെങ്കിൽ പിന്നെ മദ്യപാനം കൊണ്ട്, അല്ലെങ്കിൽ പുകവലി കൊണ്ട് ക്യാൻസർ വന്ന കാര്യങ്ങളോ, ഇത്തരം വിഷയങ്ങളൊക്കെ അതിന് കുട്ടിയുടെ നല്ല നാളേക്ക് അവൻ ഉപയോഗപ്പെടുമെന്ന് നമുക്ക് തോന്നുന്ന എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യാനുള്ളൊരു വേദി കുടുംബത്തിൽ നമ്മൾ ഉണ്ടാക്കണം. അതിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദികൾ എന്ന് പറയുന്നത് ഇവിടെ ഇരിക്കുന്ന നമ്മളൊക്കെ തന്നെയാണ്. വേറെ ആരും വരുമ്പോൾ വീട്ടിൽ ഈ പ്രശ്നം ചർച്ച ചെയ്യാൻ വരുമോ? എന്താ ഞാൻ പറഞ്ഞ ശരിയല്ലേ? വീട്ടിലെ മുതിർന്ന ആളുകൾ മുൻകൈ എടുത്തുകൊണ്ട് ഈ രീതിയിലുള്ള ചർച്ച, കുടുംബകാര്യങ്ങളിൽ മക്കളെ പൂർണ്ണമായിട്ട് പങ്കാളികളാക്കണം. നമ്മുടെ വീട്ടിൽ എന്ത് പരിപാടി, കല്യാണം, പിറന്നാള്, എന്ത് പരിപാടികൾ വരുമ്പോൾ കുട്ടികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് കുട്ടികളുടെ അഭിപ്രായങ്ങൾ ചോദിച്ചുകൊണ്ട് ആ അഭിപ്രായങ്ങൾ നമ്മൾ മാനിക്കണം. പറയാൻ മനസ്സിലായോ? കുട്ടിയാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്താതെ ഈ കുടുംബത്തിന്റെ ഭാഗമാണ്, അങ്ങനെ നീ സമൂഹത്തിന്റെ ഭാഗവുമായി മാറേണ്ടവനാണ്, നീ കൂടുതൽ ഉത്തരവാദിത്തമുള്ളവനാണ് എന്ന ബോധം നമ്മൾ പറയാതെ പറഞ്ഞവന്റെ മനസ്സിലേക്ക് കയറ്റാനുള്ള ഏറ്റവും നല്ല സാധ്യത നമ്മുടെ കുടുംബാന്തരീക്ഷങ്ങളിലാണ്. ആ രീതിയിൽ കുട്ടികളെ മാറ്റിയെടുത്തുകൊണ്ട് നല്ല വഴി നമ്മൾ അറിയാതെ അവന് കാണിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്തമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എല്ലാ കാര്യങ്ങളും നമ്മൾ ചർച്ചയാക്കി. നിങ്ങൾ ആ TV ഓഫ് ചെയ്യും. ഡൈനിങ് ടേബിളിൽ ഒരു കാരണവശാലും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് 2 അപകടമാണ്. കാരണം TV കണ്ടുകൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ അളവ് കിട്ടില്ല. പല വീടുകളിലെ കുട്ടികളെ പള്ളിയും ചാടി വണ്ണം വെച്ച് വീർത്ത് നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, എന്റെ മോനടക്കമുള്ളത് ഇല്ലേ? പല കുട്ടികളും എന്താണ് ഈ TV കണ്ട്, കാർട്ടൂൺ കണ്ട് ഇവരിങ്ങനെ ഇത് കൊറിക്കാണ്. അമ്മമാര് പോയി, നമ്മളൊന്നും പറഞ്ഞ കേക്ക് ഭാര്യമാര് വാങ്ങി ഇങ്ങനെ ബേക്കറി സാധനം വാങ്ങിക്കൊണ്ട് ഇവനത് അവിടെ വെച്ച് കാലും കയറ്റി ഇമ്മാരി വണ്ണ്. സത്യം. അപ്പൊ ഒന്ന് ഭക്ഷണത്തിന്റെ അളവ് ക്രമാതീതമായിട്ട് കൂടും, അതിന്റെ ഭാഗമായിട്ടുള്ള അസുഖങ്ങൾ വേറെ വരും. മനസ്സിലായോ? പിന്നെ ഒന്നിച്ചിരുന്ന് സംസാരിക്കാനുള്ള ഒരു അവസരം നിർബന്ധമായിട്ട് നമ്മൾ വീടുകൾ ഉണ്ടാക്കിയേ പറ്റും. അതിന്റെ ഒരു എഫക്ട് ഒരിക്കലും മുംബൈയിൽ കേട്ടില്ലേ നമ്മൾ? മഹാരാഷ്ട്ര ബോംബെയിൽ ഒരു 2 കൊല്ലം മുന്നേ നടന്നുള്ള ഒരു പരീക്ഷണം. ഞാൻ അതിന് അതിശയോക്തിപരമായിട്ട് ഒന്നും പറയുന്നില്ല. അവിടെയൊക്കെ തന്നെ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനേക്കാൾ അധികാരം അവിടെയുള്ള ഗ്രാമമുഖ്യന്മാർക്ക്. ആ ഒരു ഗ്രാമത്തിലെ, മുംബൈയിലുള്ള പ്രാന്തപ്രദേശത്തുള്ള ഒരു ഗ്രാമത്തിലെ ഒരു ഗ്രാമമുഖ്യൻ ഒരു തീരുമാനമെടുത്ത് അവർ നടപ്പിലാക്കട്ടോ. തീരുമാനമെടുത്ത് നമ്മളെ പഞ്ചായത്ത് പ്രസിഡന്റുമാരെടുത്താൽ ചിലപ്പോൾ നടപ്പിലാക്കാൻ പറ്റില്ല. ആ ഗ്രാമമുഖ്യന്റെ തീരുമാനം എന്താ വെച്ചാൽ 3 മാസത്തേക്ക് ആ ഗ്രാമങ്ങളിലുള്ള മുഴുവൻ വീടുകളിലും വൈകിട്ട് 7 മണി മുതൽ രാത്രി 10 മണി വരെ യാതൊരുവിധ ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഉപയോഗിക്കാൻ പാടില്ല. കേട്ടിട്ടുണ്ടോ? പത്രത്തിലൊന്നും പറഞ്ഞത്. രാത്രി 7 മണിക്ക് ശേഷം ആ വീട്ടിൽ TV വർക്ക് ചെയ്യില്ല, മൊബൈൽ ഉപയോഗിക്കാൻ പറ്റില്ല, വാഷിംഗ് മെഷീൻ ഉപയോഗിക്കാൻ പറ്റില്ല, ഫ്രിഡ്ജ് ഉപയോഗിക്കാൻ പറ്റില്ല, മിക്സി ഉപയോഗിക്കാൻ പാടില്ല, ഒരു തരത്തിലുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് കർശനമായ നിർദ്ദേശം വന്നു 3 മാസത്തേക്ക്. എന്നിട്ട് എല്ലാവരോടും ഒരുമിച്ചിരുന്ന് സംസാരിക്കാൻ പറഞ്ഞു അദ്ദേഹം. ഈ സാധനങ്ങളൊക്കെ ഓഫ് ആയി കഴിഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് പണിയില്ലല്ലോ, ഉണ്ടോ? മിക്സി ഓഫ് ആയ പണിയുണ്ടോ? ഫ്രിഡ്ജ് ഓഫ് ആയ പണിയുണ്ടോ? വാഷിംഗ് മെഷീൻ ഓഫ് ആയി. അപ്പൊ അതെല്ലാം ഓഫ്. 3 മാസം കഴിഞ്ഞതിന് റിസൾട്ട് എടുത്ത് പരിശോധിച്ചപ്പോൾ ആ ഗ്രാമത്തിലുള്ള കുടുംബ കലഹങ്ങളും അവിടുത്തെ എല്ലാ നിയമവ്യവഹാരങ്ങളും 90% പഞ്ചായത്തായി എന്നാ പറഞ്ഞത് പരിഹരിക്കപ്പെട്ടു. മാതൃഭൂമി, മനോരമ പത്രങ്ങളിൽ വന്ന വാർത്ത മാത്രമാണ് ഞാനീ പറയുന്നത്. അതിന് ചുരുക്കം നിങ്ങൾക്ക് മനസ്സിലായോ? പരസ്പരം സംസാരിക്കുന്ന ഇടങ്ങൾ കുറഞ്ഞു വരികയാണ് കുടുംബത്തിനടക്കം, അല്ലേ? ആ രീതിയിലേക്ക് നമ്മുടെ കുടുംബാന്തരീക്ഷം മാറ്റുമ്പോൾ നമ്മളെ മക്കൾ ഒരിക്കലും വഴിതെറ്റി പോകുമെന്നുള്ള ഒരു ആശങ്ക നിങ്ങളെ സംബന്ധിച്ചിട്ട് വേണ്ട. മനസ്സിലാണോ? ഏറ്റവും നന്നായിട്ട് സ്നേഹിക്കാം. അവന്റെ ഒരു കുട്ടിയുടെ, ഒരു ആൺകുട്ടിയുടെ ഏറ്റവും വലിയ മാതൃക എന്ന് പറയുന്നത് മോഹൻലാലോ സച്ചിൻ തെണ്ടുൽക്കറോ മമ്മൂട്ടിയോ ആരുമല്ല. അവന്റെ മാതൃക ആരാന്നറിയാം നിങ്ങൾക്ക്? അവന്റെ അച്ഛനാണ്. ഒരു കുട്ടിയുടെ, ഒരു ആൺകുട്ടിയുടെ ഒന്നാമത്തെ മാതൃക എന്ന് പറയുന്നത് അവന്റെ അച്ഛനാണ്.
കുട്ടികളുടെ മാതൃക അച്ഛനും അമ്മയുമാണ്. അത് കഴിഞ്ഞിട്ടേ ബാക്കി വരുന്നത്. അവർ ആരാധനയൊക്കെ ഉണ്ടായിരിക്കും, പക്ഷെ അവൻ എന്നും അവനെ പകർത്താൻ നോക്കുന്ന അവന്റെ രക്ഷിതാക്കളെയാണ് എന്നൊരു ബോധം നമ്മളെ മനസ്സിലാണ്. ഞാൻ വെള്ളമടിച്ച് നടന്നാൽ, ഞാൻ കഞ്ചാവ് അടിച്ച് നടന്നാൽ, ഞാൻ മദ്യപിച്ച് നടന്നാൽ എന്റെ മകനും അതിനുള്ള സാധ്യത ഉണ്ട്. അവൻ എനിക്ക് തിരുത്താൻ പറ്റില്ല. ആ രീതിയിലേക്ക് നമ്മളെ കുടുംബാന്തരീക്ഷം മാറ്റണം. ഏറ്റവും നല്ല രീതിയിൽ, ഏറ്റവും ഈ ലോകത്തുള്ള ഏറ്റവും സുന്ദരമായ സ്ഥലം എന്റെ വീടിനകമാണ് എന്ന ഒരു കുട്ടിയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ, മനസ്സിലായോ? ഈ ലോകത്തെ ഏറ്റവും സുന്ദരമായ സ്ഥലം പൂന്തോട്ടങ്ങളോ ഊട്ടിയോ മൈസൂർ ഒന്നുമല്ല, ലോകത്തുള്ള ഏറ്റവും സുന്ദരമായ സ്ഥലം എന്റെ വീടിന്റെ ഉൾവശമാണ്, അകമാണ് എന്ന് ഒരു കുട്ടിയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ ആ കുട്ടി വേറെ എവിടെ പോവോ? ഇല്ല. എന്നാൽ ഇങ്ങനെയൊക്കെ ചെയ്താലും ചില കുട്ടികൾ നമ്മുടെ ഇത് വഴി തെറ്റിപ്പോ പോകൂലേ? നമ്മൾ എത്ര പണിപ്പെട്ടാലും അപ്പൊ നമ്മൾ എന്താ ചെയ്യാം? ഇതെങ്ങനെയാണ് പോകുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞു, അവന്റെ ലക്ഷണങ്ങളിലൂടെ കണ്ടെത്താൻ നമ്മൾ പഠിക്കണം. ഞാൻ അവരുടെ ഏറ്റവും സ്നേഹമുള്ള, ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന, എല്ലാ ആക്ടിവിറ്റി ഓട്ടത്തിലും ചാട്ടത്തിലും ഒക്കെ തന്നെ ഒന്നാം സ്ഥാനം നേടിയിരുന്ന അല്ലെങ്കിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന കുട്ടികളെ എപ്പോഴെങ്കിലും ഒരു സുപ്രാതത്തിൽ പടിപടിയായിട്ട് അവന്റെ സ്വഭാവങ്ങളിൽ എന്തെങ്കിലും വൈകുന്നത് ഈ ലഹരി ഉപയോഗിച്ച് തുടങ്ങുന്ന കുട്ടികളെ സംബന്ധിച്ചാണ് ഞാൻ പറയുന്നത്. പിന്നീട് അവന്റെ ലോകം ഈ ലഹരി മാത്രമായിട്ട് ചുരുങ്ങും. കുറച്ച് സമയം പിടിക്കാൻ, ആ സമയത്തിന്റെ ഇടയ്ക്ക് ഇത് കണ്ടെത്താനും പരിഹരിക്കാൻ നമുക്ക് കഴിഞ്ഞാല് നമ്മുടെ മകനെ മകളെ നമുക്ക് പൂർണ്ണമായിട്ട് തിരിച്ചെടുക്കാൻ പറ്റും. അവന്റെ നിത്യജീവിതം നല്ല പഠിച്ചുകൊണ്ടിരുന്ന കുട്ടി, ഹാഫ് ഇയർലി പരീക്ഷയ്ക്ക് പോലും 100% മാർക്ക് വാങ്ങിയിരുന്ന കുട്ടി, പിന്നീട് ഫൈനൽ പരീക്ഷ വരുമ്പോഴേക്കും അവന്റെ പഠിത്തത്തിലുള്ള താളം തെറ്റുന്നു, ശ്രദ്ധ കുറയുന്നു എന്ന് മനസ്സിലാക്കാൻ, എന്തുകൊണ്ട് തെറ്റുന്നു എന്ന് മനസ്സിലാക്കാൻ, ഇതിന്റെ ലഹരി ഉപയോഗമാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വ്യക്തി വൈകല്യങ്ങൾ കൊണ്ടാണോ എന്ന് മനസ്സിലാക്കാൻ ഉള്ളൊരു കഴിവ് നമ്മൾ ആർജിക്കേണ്ടതുണ്ട്. ഈ ലഹരി ഉപയോഗം കൊണ്ട് മാത്രമല്ല, അവന്റെ വ്യക്തിത്വത്തിൽ വരുന്ന ചില വ്യത്യാസങ്ങൾ കാരണം ഇവന്റെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരും. അപ്പൊ എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്? നമ്മൾക്കത് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ, നമ്മളെല്ലാം വലിയ അറിവുള്ളവരൊന്നല്ലല്ലോ, ഇങ്ങനെ ഒരു വ്യത്യാസം കാണുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് അറിവുള്ള ആളുകളെ സമീപിക്കാനോ, ഇങ്ങനെ ഒരു പ്രശ്നം എനിക്കിങ്ങനെ തോന്നുന്നു, മക്കളോട് നേരിട്ട് പറയാൻ ബുദ്ധിമുട്ടാണല്ലേ, എന്താ അങ്ങനെ ആ അറിവുള്ള ആളുകളുമായിട്ട് സംസാരിക്കാനോ ഒന്ന് ഇടപെടാനോ, ഇങ്ങനെ വല്ല വഴിയിലും അവൻ വീണിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ഇടപെട്ടുകൊണ്ട് പൂർണ്ണമായും ശാസ്ത്രീയമായ ചികിത്സയ്ക്ക് വിധേയമാക്കി. ഇപ്പൊ സർക്കാർ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ള 21 വയസ്സിന് താഴെയുള്ള കുട്ടികളെ കുറ്റവാളികളായിട്ട് പിടിക്കപ്പെടുന്നുണ്ടെങ്കിൽ അവന്റെ വീട്ടിൽ അറിയിച്ച്, അച്ഛനെയും അമ്മേനെയും അറിയിച്ച് അവന്റെ ചികിത്സാ കേന്ദ്രത്തിൽ നിർബന്ധമായിട്ടും എത്തിച്ചോളണം എന്നാണ് സർക്കാർ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അവനെ പൂർണ്ണ കുറ്റവാളിയാക്കാതെ അവനെ ചികിത്സയ്ക്ക് കൂടി വിധേയമാക്കിക്കൊണ്ട് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനുള്ള ഒരു പ്രവർത്തനങ്ങൾ കൂടി ഏറ്റെടുക്കണമെന്നാണ് സർക്കാർ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. പറഞ്ഞു മനസ്സിലായി നിങ്ങൾക്ക്? അപ്പൊ നമ്മളെ വീടുകളിൽ എന്തെങ്കിലും തരത്തിൽ നമ്മുടെ കുട്ടിയുടെ ഇത്രയൊക്കെ നമ്മൾ സ്നേഹം പകർന്നു നൽകിട്ടോ ഈ കഴുകൻ കണ്ണുകളിൽ പെട്ടുപോയെങ്കിൽ തിരുത്താനുള്ളൊരു പണി എന്നുള്ളത് ഈ കുട്ടിയിൽ വരുന്ന മാറ്റങ്ങൾ യഥാസമയങ്ങൾ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അതിനുള്ളൊരു പരിഹാരം നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പൊ നമുക്കുണ്ടാകുന്ന ഒരു പ്രശ്നം എന്താ? എന്റെ മകൻ ഇത് ഉപയോഗിക്കുന്നുണ്ട്, എന്റെ മകൾ ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്ന് ആരെങ്കിലും അറിഞ്ഞു പോയാൽ അല്ലേ, നമ്മൾ പറയോ? നിങ്ങളെ മകനെ ലഹരി ഉപയോഗിക്കുന്ന അപ്പുറത്തുള്ളത് പറയോ? നിങ്ങളെ അനിയത്തിനോട് പറയോ? നിങ്ങളെ ഏട്ടനോട് പറയോ? അല്ലേ, നമ്മളെ അഭിമാനം നഷ്ടപ്പെടുമോ? പറയോ? നല്ല ചെറുക്കുണ്ട് നിങ്ങൾ പറയോ? ഇല്ല. അതെന്താ പ്രശ്നം? അവസാനം ഇത് എവിടെ എത്തും? ഞങ്ങളൊരു കേസ് പിടിച്ച സമയത്ത് ചേളാരി ഭാഗത്ത് ഒരു കേസ് എടുത്തു. അത്യാവശ്യം നല്ലൊരു മയക്കുമരുന്ന് കേസാണ് എടുത്തത്. ഈ കേസ് എടുത്ത് ഇവിടെ ഞങ്ങൾ ഓഫീസിൽ കൊണ്ടുവന്നു. അവന്റെ വീട്ടിൽ അറസ്റ്റ് ചെയ്ത് ഞങ്ങൾ വീട്ടിൽ അറിയിക്കണം. സുപ്രീം കോടതി വീട്ടിൽ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ മകനെ ഞങ്ങൾ ഇങ്ങനെ മയക്കുമരുന്നായിട്ട് പിടിച്ചിട്ടുണ്ട് പറഞ്ഞു. രാത്രി 11 മണിക്ക് അമ്മയും ഭർത്താവ് ഏട്ടനും എല്ലാം കൂടെ ഓടി പാഞ്ഞു വന്ന് കുറെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഇവന്റെ അമ്മ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. സാറേ, എനിക്കിത് മനസ്സിലായിട്ട് ഞാൻ ഇവനെ ചികിത്സയ്ക്ക് കൊണ്ടുപോയി 3 മാസം ചികിത്സിച്ച് അഡ്മിഷൻ ആയില്ല. അഡ്മിഷൻ ആവാതെ ഡോക്ടർ 3 മാസം മരുന്ന് കഴിച്ചിട്ട് ചെല്ലാൻ പറഞ്ഞിട്ട് ഇവൻ പിന്നെ ഒരാഴ്ചയൊക്കെ മരുന്ന് കഴിച്ചു. പക്ഷെ ഇവന്റെ സുഹൃത്തുക്കൾ പറഞ്ഞു പോലും ഇവനോട് ഈ മരുന്ന് കഴിച്ചാണെങ്കിൽ ഭ്രാന്തായി പോകും, അതുകൊണ്ട് ഇത് കഴിക്കേണ്ട മോനെ എന്ന് പറഞ്ഞിട്ട് അമ്മയും ഡോക്ടറും പറഞ്ഞതിനേക്കാൾ വലിയ വേദവാക്യമായിട്ട് ഫ്രണ്ട്സ് പറഞ്ഞത് എടുത്തിട്ട് ഇവൻ ഈ മരുന്ന് ഒഴിവാക്കി. മനസ്സിലായോ? അങ്ങനെ ആ മരുന്ന് ഒഴിവാക്കി ഇവൻ വീണ്ടും മരുന്ന് കഴിക്കാൻ തുടങ്ങി. പിന്നെ അത് പൈസ കിട്ടാൻ വേണ്ടി വിൽപ്പന തുടങ്ങി. ഞങ്ങളെ കയ്യിൽ വന്ന് പെട്ടു. ഈ അമ്മയോട് ഞാൻ ചോദിച്ചു, ഇത് അച്ഛൻ അറിഞ്ഞ? അച്ഛനോട് പറഞ്ഞ അച്ഛനുണ്ടാകും, ഞാൻ പറഞ്ഞില്ല. ഏട്ടനോട് ഏട്ടനോടോ അച്ഛനോടോ പറഞ്ഞാൽ അടിയും പിടിയും നായായിട്ടായിരിക്കും വീട്ടില്, അതുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞൊരു കുടുംബാന്തരീക്ഷം ആണോ? അല്ല. ഈ മകൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, എന്താ പറയുക, അതും കൂടെ അറിഞ്ഞാൽ ഇത് പൂർണ്ണമാവുള്ളൂ. ഈ ചെക്കനോട് പറഞ്ഞ്, സാറേ അന്നത് അമ്മ അച്ഛനോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അന്ന് നന്നായി പോയിരുന്നു. ഈ മകൻ എന്നോട് പറഞ്ഞൊരു കാര്യം, സാറേ ഈ അമ്മ അന്ന് അച്ഛനോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ നന്നായി പോയിരുന്നു. ആരെ പറ്റി? അത് ഞാൻ നമ്മുടെ കുടുംബാന്തരീക്ഷങ്ങള് നല്ല വൃത്തിയിലും വെടിപ്പായിട്ട് കൊണ്ടു നടന്നാലേ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുള്ളൂ. അപ്പൊ അവന്റെ മാറ്റങ്ങൾ വരുന്ന വ്യത്യാസങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് നമ്മൾ ആർജിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. എത്രയൊക്കെ സ്നേഹം നമ്മൾ പകർന്നു നൽകുന്ന കുട്ടിയായാലും
നമ്മുടെ മകൻ അല്ലെങ്കിൽ നമ്മുടെ മകള് പുറത്തു പോയിട്ട് കമ്പനി കൂടി ഒരു കവിളും മദ്യം കഴിച്ച് വന്നു കഴിഞ്ഞാൽ സ്നേഹത്തിൽ അമ്മയെ ഞാനൊരു കവിളും മദ്യം കഴിച്ചു എന്ന് എത്ര പിള്ളേർ പറയോ കഴിക്കൂല എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഇങ്ങനെ സ്നേഹം കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കില്ല. ഇനി അഥവാ ഏതെങ്കിലും കുട്ടി ഇങ്ങനെ പോയിട്ട് ഒരു കണിയിൽപ്പെട്ട് ഒരു കവിള് മദ്യം ഒരു കഞ്ചാവ് പിടി വലിച്ചു കഴിഞ്ഞാൽ വന്ന് കെട്ടുവാ അച്ഛാ ഞാനൊരു കഞ്ചാവ് വലിച്ചിട്ടാ ഞാനൊരു പെക്ക് മദ്യം കഴിച്ചിട്ടൊന്ന് ഏതെങ്കിലും കുട്ടികൾ പറയോ ഒന്നും ഇല്ല എന്ന് പറയുന്നത് ഉറക്കെ ഇല്ല. അപ്പൊ അതാണ് ഞാൻ എപ്പോഴും നമ്മുടെ മക്കളെ ഈ കരുതലും സ്നേഹവും ഒക്കെ കൊടുത്ത് നമ്മൾ വളർത്തുമ്പോഴും നമ്മുടെ ഒരു കണ്ണ് കുട്ടികളെ മേലെ എപ്പോഴും പറയാൻ പൊരുൾ മനസ്സിലായോ? എന്നാൽ അവരത് അറിയാൻ പാടില്ലോ. നമ്മൾ ഒരിക്കലും നമ്മുടെ കുട്ടികളെ സംശയ ദൃഷ്ടിയോടുകൂടി പിന്തുടരുന്നുണ്ട്, നോക്കുന്നുണ്ട്, കാണുന്നുണ്ട് എന്ന് നമ്മുടെ മക്കൾ ഒരു കാരണവശാലും അറിയരുത്. പിന്നെ നമ്മളെ കയ്യിൽ പോയിട്ടോ അവരറിയാതെ നമ്മുടെ ഒരു കണ്ണ് എപ്പോഴും അവന്റെ കയ്യിലുണ്ടാവണം, അവന്റെ മേലുണ്ടാവണം. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അവന്റെ റൂം തട്ടി വൃത്തിയാക്കി ക്ലീൻ ആക്കുമ്പോൾ അവന്റെ ഡൈനിങ് ടേബിളോ പഠിക്കാനുള്ള മേശയോ അവന്റെ ഷർട്ടോ പാന്റോ അവന്റെ ഇൻസ്ട്രുമെന്റ് ബോക്സോ എല്ലാ മേഖലകളും അവൻ അറിയാതെ നമ്മൾ വൃത്തിയാക്കാനെന്ന രീതിയിലോ എങ്ങനെയെങ്കിലും നമ്മളൊന്ന് പരിശോധനയ്ക്ക് വിധേയമാക്കിയേ പറ്റൂ. മനസ്സിലായോ? അവന്റെ ഷർട്ട് അവന്റെ അലക്കാൻ എടുക്കുമ്പോൾ ഷർട്ടിന്റെ പോക്കറ്റോ കയ്യിന്റെ മടക്കോ കോളറിന്റെ അവിടെ ഒക്കെ എല്ലാ ഭാഗങ്ങളിലും നമ്മളൊന്ന് നമ്മുടെ കണ്ണൊന്ന് കണ്ണും കൈയും ചെന്നേ പറ്റൂ. കാലം വളരെ മോശം. പഴയ പോലെ വലിയ രീതിയിൽ വലിയ അളവിൽ സൂക്ഷിച്ച് നടക്കുന്ന ലഹരി പദാർത്ഥങ്ങളല്ല ഇന്ന് കുട്ടികൾ ഉപയോഗിക്കുന്ന ഒരു കടുകുമണി പോലുള്ള ഒരു ഉപ്പിന്റെ കല്ല് പോലുള്ള 2 മണി പഞ്ചസാരത്തടി പോലുള്ള എന്നാൽ ആ സാധനം കൊണ്ട് മണിക്കൂറുകളോളം ആനന്ദം പ്രദാനം ചെയ്യുന്ന അതിമാരകമായ ലഹരി പദാർത്ഥങ്ങളാണ് ഇന്ന് കുട്ടികൾ കൈകാര്യം ചെയ്യുന്നത്. നിങ്ങൾ വളരെ ലഘുവായിട്ട് തെരഞ്ഞാൽ ഈ സാധനം കാണൂല. മനസ്സിലായോ? ഈ കോളറിന്റെ അവിടെ ഒരു ഓട്ടം ഉണ്ടാക്കി തിരിച്ചു വെച്ച കേസ് ഞങ്ങൾ പിടിച്ചിട്ടുണ്ട്, MDMA എന്ന് പറഞ്ഞത്. അപ്പൊ അത്രയും സൂക്ഷ്മമായിട്ട് കുട്ടികൾ അറിയാതെ കുട്ടികളെ നമ്മൾ സൂക്ഷിച്ച് കരുതലോടെ കൊണ്ടു നടക്കേണ്ട ഒരു കാലം ആണ് ഇത് എന്നുള്ളതാണ്. ആ രീതിയിൽ നമ്മൾ കുട്ടികൾ ഒരിക്കലും അറിയാൻ പാടില്ല. പറഞ്ഞത് ആഴ്ചയിൽ കുട്ടികളെ പഠിപ്പിക്കാനെന്ന വാഹനം അവന്റെ ബാഗൊക്കെ ഒന്ന് എടുക്കുക, ബാഗൊക്കെ ഒന്ന് പരിശോധിക്കുക, ഷർട്ട് പരിശോധിക്കുക. ആ രീതിയിൽ ഒരു കണ്ണ് നമ്മൾ എപ്പോഴും നമ്മുടെ മക്കളെ വെയിൽപ്പെടുത്ത എന്തെങ്കിലും അസ്വാഭാവികമായിട്ട് കണ്ടെത്തിയാൽ അവന്റെ പഠിക്കാനോ അവന്റെ നിത്യജീവിതത്തിന് ആവശ്യമല്ലാത്ത രീതിയിൽ എന്തെങ്കിലും അസ്വാഭാവികമായ സാധനങ്ങൾ അവന്റെ കയ്യിൽ നിന്ന് കണ്ടെത്തിയാൽ ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ കയറി ഇടപെടരുത്. അതുമായിട്ട് ബന്ധപ്പെട്ട് അറിയുന്ന ആളുകളുണ്ടാവും. നമുക്കറിയാം നമ്മുടെ അയൽപക്കത്ത് വാർഡ് മെമ്പറോ അല്ലെങ്കിൽ അത് പറ്റും ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരായിട്ടൊന്ന് സമീപിച്ചിട്ട് നമ്മുടെ ആ നേരത്തെ പറഞ്ഞ ദുരഭിമാനം ഒന്ന് മാറ്റിവെക്കാം. ഇത് അറിഞ്ഞാൽ മോശമായി പോകുന്നുള്ളത്. അവരെ സമീപിച്ച് ഇതൊന്ന് കൃത്യമായിട്ട് നമ്മൾ വിലയിരുത്തി എന്താണെന്ന് മനസ്സിലാക്കി അതിനെ പോകാൻ വഴി നമ്മൾ കണ്ടെത്തുക. ഞാൻ നേരത്തെ ചോദിച്ചത് അതാണ്. ഷുഗറും പ്രഷറും ഒക്കെ നമ്മൾ ചികിത്സിക്കും. ഇതൊരു ശാസ്ത്രീയമായ ചികിത്സയ്ക്ക് നമ്മൾ വിധേയമാക്കിയേ പറ്റൂ. എന്റെ മകനായാലും നിങ്ങളുടെ മകനായാലും ആരായാലും ഈ കുട്ടിക്ക് ഒരു വഴി തെറ്റി എന്ന് കണ്ടാൽ യാതൊരു സങ്കോചവും കൂടാതെ നേരത്തെ മകൻ പറഞ്ഞില്ല അന്ന് അച്ഛനോട് പറഞ്ഞാൽ ഞാൻ നന്നായിരുന്നു എന്ന് പറയുന്ന ആ ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് ഇത് നല്ലതിനാണെന്നോ ഇത് ശാസ്ത്രീയമായ ചികിത്സയ്ക്കാണെന്ന് ആരോട് പറഞ്ഞാലും ഒരു കുഴപ്പമില്ല. ആറ് വീട്ടിൽ നടക്കാവുന്നതാണ്. ഇതൊരു പനി പിടിക്കുന്ന പോലെ ജലദോഷം പിടിക്കുന്ന പോലെ വയറിളകുന്ന പോലെ ഒരു അസുഖമാണെന്നോ എന്റെ കുട്ടിക്ക് ഒരു നല്ല ഡോക്ടറെ കാണണോ ഏതാണ് ഡോക്ടർ എന്ന് ചോദിക്കാനുള്ള ആർജവത്തിലേക്ക് നമ്മൾ മാറേണ്ടതുണ്ട്. മനസ്സിലായോ? അങ്ങനെ മാറിയില്ലെങ്കിൽ നമ്മളിത് മൂടി വെച്ച് അവസാനം 10 മാസമാകുമ്പോൾ ഗർഭം പ്രസവിക്കുന്ന പോലെ നാട്ടുകാർ മുഴുവൻ അറിഞ്ഞ് വഷളാകുന്ന രീതിയിലേക്ക് പോകാതെ വഷളാവില്ല അവന്റെ ജീവിതം തിരിച്ചു കിട്ടാത്ത രീതിയിലായി പോകരുത്. ആ രീതിയിലേക്ക് പരിശോധന നടത്തി എന്തെങ്കിലും കണ്ടെത്തിയാൽ ആ രീതിയിൽ നമ്മൾ ഇടപെടാൻ നമ്മൾ തയ്യാറാവേണ്ടതുണ്ട്. മനസ്സിലാവണ്ടോ? ബോറാവുണ്ടോ? മോശമുണ്ടോ? അപ്പൊ ഒരു നിരന്തരം അപ്പൊ സ്നേഹമൊക്കെ വാരിക്കൊരി കൊടുക്കുമ്പോഴും നമ്മൾ സ്കൂളിൽ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുമ്പോഴും ഒരു കണ്ണ് നമ്മൾ അവരെ കയ്യിൽ കൊടുത്തേ പറ്റൂ. രക്ഷയില്ലാത്തതുണ്ട്. സമൂഹം അങ്ങനെ അതിവേഗം വളർന്ന് അത്രയും ഫാസ്റ്റ് ഫോർവേഡാണ്. നമുക്ക് ഓടി എത്താൻ പറ്റില്ല കുട്ടികളെ കൂടെ. മനസ്സിലായേ? അത് ഭയങ്കരമായ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താ വെച്ചാൽ ഈ പുതിയ ഈ മയക്കുമരുന്നുകൾ വളരെ മാരകമായ അപകടമാണ്. ഇപ്പൊ മദ്യപാനവും കഞ്ചാവും ഒക്കെ തന്നെ ഒരു പരിധി വിട്ട് കഴിഞ്ഞാലാണ് അപകടമായി മാറുന്നത്. ഒരുപാട് വർഷങ്ങൾ മദ്യപാനി അല്ലെ കഞ്ചാവ് ഉപയോഗിക്കുന്ന ആളൊക്കെ തന്നെ വർഷങ്ങളോളം കഴിഞ്ഞിട്ടാണ് അസുഖം ബാധിച്ച് മരിക്കുന്നതൊക്കെ. പക്ഷെ ഈ പുതിയ തരം മയക്കുമരുന്നുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പറയുന്നത് മാക്സിമം 10 വർഷം. 15-ാം വയസ്സിൽ ഈ പറഞ്ഞ MDA പോലുള്ള രാസലഹരി എന്ന് പറഞ്ഞാൽ ഇത് മാരകമായ കെമിക്കൽ ഉൽപ്പന്നങ്ങൾ ഫാക്ടറിയിൽ നിന്ന് നിർമ്മിച്ചെടുക്കുന്ന ഇത് ഉപയോഗിക്കുന്ന ആളെ സംബന്ധിച്ച് 10 വർഷമാണ് ഇവന്റെ ജീവിതത്തിനുള്ള ഗ്യാരണ്ടി. ഞങ്ങൾ പൊന്നാനിയിൽ പോയിട്ട് MDMA ഒരു വലിയ കേസ് എടുത്തു. എങ്ങനെ എടുത്തതിന്റെ ചരിത്രം ചുരുക്കി പറഞ്ഞുതരാം. ഞങ്ങൾ വേറെ കേസായിട്ട് പോയത് ഇൻഫർമേഷൻ ആയിട്ട് പോയിട്ട് ഒരാള് ഞങ്ങൾ കണ്ടന്റേഷൻ ആയിട്ട് പോണ മാതിരി പോയി. ഞങ്ങള് വനിത ഞങ്ങളെല്ലാം കൂടെ സിവിൽ ഡ്രസ്സിൽ പോയി ഒരാൾ അഡ്രസ്സ് മേടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫാൻസി സ്റ്റോർ കയറി കുപ്പിയും വളയും മാലയൊക്കെ വെക്കുന്ന ഒരു ഷോപ്പ് കയറി ആ ചെക്കനോട് ഈ അഡ്രസ്സ് ചോദിച്ച് ചെക്കൻ സംസാരിക്കുമ്പോൾ ഈ മുന്നിലെ 2 പല്ല് പകുതി പൊട്ടിപ്പോയി.
അപ്പൊ ഞാൻ അതിന്റെ ഉള്ളിലേക്ക് കണ്ടു ചെന്ന് കസാലണ്ട് വലിച്ചിട്ട് അവിടെ കുത്തിന് കാലം കയറ്റി വെച്ച് അവിടെ ഇരിക്കടായിരുന്നു. അടക്കം എവിടുന്ന ഈ സാധനം കിട്ടുന്ന ഏത് സാധനം എന്ത് സാധനം അവൻ അടക്കം എവിടുന്ന ഈ സാധനം പല്ല് അവിടെ പോയി വെച്ചു. അവന്റെ പല്ല് എന്താ പറ്റി വെച്ചു. അപ്പോൾ അവൻ അവിടുന്ന് മെല്ലെ അങ്ങനെ പൊന്തി വന്ന് ചന്തി സീറ്റ് ഞാൻ ഇരിക്കാൻ അവിടെ ആയിരുന്നു. ആ ചോദ്യത്തിൽ നിന്നാണ് 800 ചില്ലാനം ഗ്രാം MDMA-യിലേക്ക് ഞങ്ങൾ എത്തിയിട്ടില്ല. മനസ്സിലായത്? അതായത് 2 വർഷമായിട്ടാണ് ഈ മയക്കുമരുന്ന് ഉപയോഗിക്കാൻ തുടങ്ങി. 3 വർഷം തുടർച്ചയായിട്ട് ഈ മയക്കുമരുന്ന് ഉപയോഗിച്ചതിന്റെ ഭാഗമായിട്ട് ഇവന്റെ പല്ല് പൊടിയാൻ തുടങ്ങി. മുന്നിൽ 2 പല്ല്. നിങ്ങൾക്ക് മനസ്സിലായി? ഏറ്റവും അവസാനം നശിക്കുന്ന മനുഷ്യന്റെ അവയവമാണ് പല്ല്. ആ പല്ല് 3 വർഷം കൊണ്ട് പൊടിഞ്ഞ ആ പയ്യനോട് ചോദിച്ചതിന്റെ ഭാഗമായിട്ട് വലിയൊരു കേസ് ഞങ്ങൾ പൊന്നാനിയിൽ എടുത്തിട്ടുണ്ട്. ഞാൻ പറയുന്ന അത്രയും മാരകമായ രീതിയിൽ മനുഷ്യന്റെ എല്ലാ ഓർഗണും എല്ലാ അവയവങ്ങളെയും തകർത്ത് തരിപ്പണമാക്കുന്ന മാരകമായ ലഹരി പദാർത്ഥം 10 വർഷത്തിൽ കൂടുതൽ ഈ ഉപയോഗിക്കുന്ന ആൾ. ഒരുപക്ഷെ ഒരു 2030-35 ആകുമ്പോൾ നമ്മൾ നിരന്തരം പത്രങ്ങളിൽ വരാൻ പോകുന്ന വാർത്ത എന്ന് പറയുന്നത് കെട്ടെങ്കിൽ വീശിന്റെ അടുത്തോ അല്ലെങ്കിൽ പരപ്പാടി ടൗണിലോ അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും മുക്കിലും മൂലയിലൊക്കെ തന്നെ മയക്കുമരുന്ന് ഉപയോഗത്തെ തുടർന്ന് ഒരാൾ കുഴഞ്ഞുകൂടി മരിച്ചു. ഈ വാർത്ത സർവ്വസാധാരണമായിട്ട് വരാൻ അധിക കാലമൊന്നും പോകണ്ട എന്നുള്ളൊരു ഭീതിതമായ കാലത്തിൽ കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. മനസ്സിലായോ? അത്രയും ആപൽക്കരമായ രീതിയിലാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ കുട്ടികളോട് പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഈ പ്രധാനപ്പെട്ട പ്രശ്നം, ഇതിന് വലിയ വില കൊടുക്കണം മരുന്നിന്. മനസ്സിലായോ? വലിയ വിലയാണ്. 1 ഗ്രാം ഈ സാധനം കിട്ടണമെങ്കിൽ പലതിനും പല വിലയാണ്. ഞാൻ ഈ പറഞ്ഞ സാധനം 1 ഗ്രാം നല്ല സാധനം കിട്ടണമെങ്കിൽ 5000-6000 രൂപ കൊടുക്കണം. മനസ്സിലായോ? 1 ഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഉപ്പിന്റെ കല്ല് അല്ലെങ്കിൽ 4-5 പഞ്ചസാര തരി. ഇതാണ് 1 ഗ്രാം. ഈ 1 ഗ്രാം സാധനത്തിന് കൊടുക്കേണ്ട വിലയാണ് 5000-6000 രൂപ. നമ്മുടെ കേരളത്തിന്റെ പ്രത്യേകത പറഞ്ഞാൽ എല്ലാത്തിലും നമ്മൾ മായം ചേർത്തു അല്ലെ. കുന്നംകുളം പോയാലും അച്ഛനും അമ്മേനും കിട്ടുന്നല്ല പറയാം. ആ സ്വഭാവം നമ്മൾ ഈ സാധനത്തിനകത്ത് മായം കറുത്ത 1 ഗ്രാം MDMA 6000 രൂപയ്ക്ക് വിൽക്കുമ്പോൾ അതിൽ പകുതി നമ്മൾ എന്തൊരു മായം കറുത്ത പകുതി ലാഭമായില്ലേ. ഈ സാധനം കലർത്തിയിട്ടാണ് പലപ്പോഴും കൂടി ഇത് എന്താണ് ഇതിൽ കലർത്ത മായം എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാതെ ഞങ്ങൾ ഈ സാധനം പിടിച്ചെടുത്ത് ലാബിൽ അയച്ച് പരിശോധനാ ഫലം വരുമ്പോൾ ഞെട്ടിപ്പോണം. എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ സാധനങ്ങൾ കൂട്ടിച്ചത് അത് വേറെ വഴിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇങ്ങനെ കൂടുതൽ വില കൊടുത്ത് വാങ്ങേണ്ടി വരുന്നതുകൊണ്ട് തന്നെ ഇതിനെ ഉപയോഗിക്കാൻ അല്ലെങ്കിൽ ഉപയോഗിച്ച് തുടങ്ങുന്ന നമ്മുടെ വീട്ടിലെ കുട്ടികൾ ആരായാലും ശരി പിന്നീട് ഈ പൈസ കിട്ടാൻ വേണ്ടിയിട്ട് ഇവന്റെ സ്വഭാവങ്ങൾ മാറി തുടങ്ങൂല്ലേ. നമ്മുടെ വീട്ടിലെ ഉമ്മയോ ഉപ്പയോ ഒക്കെ തന്നെ കുളിക്കാനോ പണിക്കൊക്കെ പോകുമ്പോൾ ഫ്രിഡ്ജിനകത്തോ ഫ്രിഡ്ജിന്റെ മേലോ അലമാരിന്റെ മേലോ ഒക്കെ തന്നെ ഊരി വെക്കുന്ന വളയോ കമ്മലോ മോതിരോ ഒക്കെ തന്നെ സ്വാഭാവികമായും വീട്ടിൽ നിന്ന് കാണാതെ പോകുന്ന അവസ്ഥയിലേക്ക് ഈ ലഹരി ഉപയോഗം തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു വീട്ടിനകത്ത് അവസ്ഥ മാറുകയാണ്. വലിയ വില വേണേ. ആദ്യം 1-2 ഒക്കെ പ്രാവശ്യം തന്നെ ഫ്രീ ചിലപ്പോൾ കൊടുക്കും. പക്ഷെ പിന്നീട് വില കൊടുത്ത് വാങ്ങേണ്ട ഒരു അവസ്ഥ ഇരിക്കുന്നു. അപ്പൊ വീട്ടിൽ നിന്ന് ചെറിയ മോഷണം ആരംഭിക്കുന്ന രീതിയിലേക്ക് കുട്ടി മാറുക. അതായത് ക്രിമിനൽ ആയിട്ട് നമ്മുടെ കുട്ടി രൂപാന്തരം പ്രാപിച്ചുകൊണ്ടിരിക്കുക. ഏറ്റവും നന്നായിട്ട് പഠിച്ചിരുന്ന ഏറ്റവും നന്നായിട്ട് സ്നേഹം ഉണ്ടായിരുന്ന നമ്മുടെ വീട്ടിലെ മകനോ മകളും ഞങ്ങൾ കോഴിക്കോട് നിന്ന് 2022 ഡിസംബർ മാസം 31 അർദ്ധരാത്രി കേരളത്തിൽ ആദ്യത്തെ മുസ്ലിം ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഒരു മകനെ ഞങ്ങൾ ബുക്ക് ചെയ്യാൻ ഈ മാനവസ്ഥയിൽ നമ്മൾ വളരെ സങ്കടം വന്നൊരു കാര്യം. കേരളത്തിൽ ആദ്യത്തെ മുസ്ലിം വിഭാഗത്തിലുള്ള ചാർട്ടേഡ് അക്കൗണ്ടന്റെ മകനെ വയനാട്ടിൽ വൈത്തിരി റിസോർട്ട് എല്ലാം ഉള്ള ആളുകൾ ആ മകനെ ഞങ്ങൾ വലിയ തോതിൽ അളവായിട്ട് മയക്കുമരുന്നായിട്ട് പൊക്കി കഴിഞ്ഞപ്പോൾ അവന്റെ മൊബൈലിൽ 48 ഇവൻ കൊടുക്കുന്ന പെൺകുട്ടികൾക്ക് മാത്രം കോഴിക്കോടും പരിസരത്തുമുള്ള പ്രോവിഡൻസ് കോളേജ് അടക്കമുള്ള കോളേജുകൾ പഠിക്കുന്ന 48 വിദ്യാർത്ഥിനികൾ മാത്രമാണ് ഇവന്റെ കസ്റ്റമേഴ്സ്. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ അത് ലീക്ക് ആവില്ല എന്ന് പറഞ്ഞാൽ ആൺകുട്ടികളാണെങ്കിൽ ഒറ്റ കൊടുക്കും. ഈ ചെക്കന്റെ മൊബൈലിലേക്ക് രാത്രി വന്ന മെസ്സേജുകളും വിളികളും ടോണും കേട്ടിട്ട് ഞങ്ങൾ അറപ്പുളവാക്കുന്ന രീതിയിൽ ഈ മയക്കുമരുന്ന് കിട്ടാൻ വേണ്ടിയിട്ട് പെൺകുട്ടികൾ കാട്ടിക്കൂട്ടുന്ന പരാക്രമം ഉണ്ടല്ലോ, ഞങ്ങൾക്കൊരു സങ്കടം വന്നു. എന്ത് കിട്ടാൻ വേണ്ടി ഈ മയക്കുമരുന്ന് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് രീതിയിലും ഇവന് വേണ്ടി ചെയ്തു കൊടുക്കാൻ തയ്യാറാവുന്ന രീതിയിലുള്ള കമന്റുകളും ഫോണിലും കൊണ്ട് കെഞ്ചാണ് ഈ സാധനം. ആ രീതിയിലേക്ക് അഡിക്റ്റ് ആയി പോകും. ഏറ്റവും സമ്പന്നമായ കുടുംബങ്ങൾ കോഴിക്കോട് ടൗണിലെ ഏറ്റവും ഉയർന്ന നിലയിൽ ജീവിക്കുന്ന കുടുംബങ്ങളിലെ കുട്ടികളാണ് എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ സംഗതി. മനസ്സിലായി? ഇതിന് ജാതിഭേദമില്ല, മതമില്ല, സാമ്പത്തികമില്ല, ദൈവവിശ്വാസമില്ല, നിരീശ്വരവാദിയില്ല, എല്ലാവർക്കും പറ്റിയ സാധനമാണ് മനുഷ്യ അല്ലെ. അങ്ങനെ പ്രത്യേകത. അപ്പൊ പെൺകുട്ടികൾ നമ്മൾ ഒരു കാരണവശാലും പഴയ രീതിയിലല്ല, വളരെ അപകടത്തിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ വീട്ടിൽ നിന്ന് ചെറിയ മോഷണം തുടങ്ങുന്ന മകൻ അല്ലെങ്കിൽ മകള് ഇവന്റെ കിട്ടുന്ന അവസ്ഥയിൽ നിന്ന് ഈ കിട്ടുന്ന സംഖ്യ പോരാതെ അവസാനം പുറത്തിറങ്ങുമ്പോൾ റോഡ് സൈഡിൽ എവിടെയെങ്കിലും ഒരുത്തൻ ബൈക്കിന്റെ താക്കോൽ വരാൻ മറന്ന് നിർത്തിപ്പോയതുണ്ടെങ്കിൽ ആ ബൈക്ക് ആയിട്ട് പോകുന്ന രീതിയിലേക്ക് ഒരു കൊടും ക്രിമിനലായിട്ട് ഇവൻ മാറി പോകുന്നു. ആ മാറുന്നവനാണ് പിന്നീട് ഹോട്ടൽ അടിച്ച് തകർക്കുന്നതും ക്രിമിനൽ കേസിൽ പെടുന്നതും. ഈ കാര്യങ്ങള് അതാണ് ഞാൻ നേരത്തെ ഇത്തരം വാർത്തകളെല്ലാം തന്നെ ചർച്ചയാക്കി നമ്മൾ മാറ്റേണ്ടത്. പറഞ്ഞല്ലേ? അപ്പൊ ആ രീതിയിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പേ നമ്മുടെ കുട്ടികൾ പോകുന്നതിന് മുമ്പേ കണ്ടെത്താനുള്ള ഒരു കഴിവ് നമ്മൾ ആർജിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഞാൻ നേരത്തെ പറഞ്ഞ തെരച്ചിലടക്കം. ഇനി ഇത് കണ്ടെത്തി കഴിഞ്ഞാൽ
അങ്ങനെയല്ല ഇത് ഈ പിന്നെ ഇതിന്റെ ഒരു ചർച്ച ചെയ്യുന്ന കൂടുതൽ നമ്മൾ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ കൂടെ ആർജിക്കണം, കുറെ കഴിവ്, കുറെ വിവരങ്ങൾ നമ്മൾ ആർജിക്കണം. ഇതുമായി ബന്ധപ്പെട്ട നിയമങ്ങളും നിയമപരമായിട്ട് നേരിടേണ്ടി വരുന്ന പ്രയാസങ്ങളും ഒക്കെ തന്നെ കുട്ടികൾ പഠിക്കണം. ഒരാളെ കൊന്നു കഴിഞ്ഞാൽ കിട്ടാവുന്ന ശിക്ഷ എന്താണ്? ജീവപര്യന്തം 10 വർഷം അല്ലേ മാക്സിമം കിട്ടാവുന്നത്. എന്നാൽ 10 വർഷം പൂർത്തിയാവുന്ന മുന്നേ അവന് സുഖമായിട്ട് പരവുള്ളതായിട്ടോ അല്ലെങ്കിൽ ജാമ്യം കിട്ടി കുറ്റം വിമുക്തനായിട്ടോ ഒക്കെ തന്നെ പുറത്തിറങ്ങി വരാം. പക്ഷെ ഈ പറഞ്ഞ രീതിയിലുള്ള മാരകമായ ലഹരി വസ്തുക്കളുടെ ഉപയോഗം കൊണ്ടോ വിൽപ്പന നടത്തണമെന്നില്ല. അതതിന്റെ വലിയ പ്രശ്നം. ഇപ്പൊ ഒരു കുട്ടി ഇത് ഉപയോഗിച്ച് തുടങ്ങി കഴിഞ്ഞ് അവന്റെ കേസിൽ ഏതെങ്കിലും വഴിക്ക് ഞങ്ങളൊന്ന് ചെക്ക് ചെയ്യുമ്പോൾ ഒരു വാഹനം കൈ കാണിച്ചു നിർത്തി വെറുതെ പരിശോധിക്കുമ്പോൾ അവന്റെ കയ്യിൽ നിന്ന് ഒരു ഒറ്റ ഉദാഹരണോട് പറയാം. ഞങ്ങൾ ഈ കെട്ടുമുറ കടപ്പുറത്ത് ഈ തൂവൽ തീരത്തിന്റെ അടുത്ത് അപ്പുറത്ത് ഒരു കേസ് എടുത്ത് വരും 4 കൊല്ലം മുന്നേ പരപ്പന കഴിച്ചത്. രാത്രി 12 മണിയോടെ വീട്ടിൽ പോയി സെർച്ച് ചെയ്ത് തിരിച്ചു ഒരു ബൈക്ക് അവർക്ക് പിന്നെ പാലത്തിന്റെ മുകളിൽ 2 ചെക്കന്മാര് കുട്ടുമുറ പാലത്തിന്റെ മുകളിൽ രാത്രി 12 മണി 12:30 ആയിട്ടാ. ഞാൻ ഇല്ലാത്ത കാര്യമല്ല പറയുന്നത്. ഒരു ബൈക്ക് നിർത്തിയിട്ട് 2 ചെക്കന്മാർ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ വണ്ടി നിർത്തിയിട്ട് ഒന്നൊരു കുലുക്കുലി പിള്ളേർക്ക് വണ്ടി നിർത്തി ഞങ്ങൾ ചെന്ന് പരിശോധിച്ചപ്പോൾ അതിൽ ഒരു ചെക്കന്റെ ബർത്ത്ഡേ ആണ്. ഒരു ബർത്ത്ഡേ ആഘോഷിക്കാൻ വന്ന ഈ പാതിരാത്രിക്ക് പാലത്തമ്മിൽ ഞങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ഇവന്റെ കേസ് ചെയ്യുന്ന പ്ലാസ്റ്റിക് കവറിനകത്ത് ഈ സാധനം കിട്ടി. കുറച്ചുള്ളൂ. 2 തൂക്കിയിട്ട് ഞങ്ങൾ വണ്ടിയിലിട്ട് ഓഫീസിലെത്തി. ഞങ്ങൾ കേസിന് പണി കഴിഞ്ഞൊരു 4 മണി 4:30 ആകുമ്പോൾ ഇതിലൊരു ചെക്കന്റെ വീട്ടിലേക്ക് വിളിച്ചു. വിളിച്ചപ്പോൾ അതിന്റെ അവിടുത്തെ അവസ്ഥ എന്താ പറയുന്നത്? ഉമ്മയാണ് ഫോൺ എടുത്ത്. മൂപ്പര് അച്ഛന്റെ പേര് പറയുന്നു. അച്ഛന്റെ പേര് എന്നെ ആളവിടെ ഉണ്ടോ ചോദിച്ചപ്പോ മൂപ്പര് ഇതാ വലയൊക്കെ എടുത്ത് ഇറങ്ങിയല്ലോ എന്ന് പറഞ്ഞു. എങ്ങോട്ടാ ഇറങ്ങിയത്? ഈ 4 മണിക്ക് ഈ വാപ്പ ഭക്ഷണം ഒരു പാത്രത്തിലാക്കി വലിയ നെറ്റൊക്കെ റെഡിയാക്കി മീൻ പിടിക്കാൻ വേണ്ടി വലയത്ത് പോവാണ്. ഈ പോകുന്ന വാപ്പയുടെ മകനാണ് ഞങ്ങളുടെ അടുത്ത് കിടക്കുന്നത്. ഞങ്ങൾ വിളിച്ചപ്പോൾ ഈ ആള് ഫോൺ എടുത്ത് മകൻ എവിടെ വെച്ച് മകൻ കിടന്ന് ഉറങ്ങുന്നുണ്ട് പറഞ്ഞു. വീട്ടിനകത്ത് ഒന്ന് വിളിക്കാൻ പറഞ്ഞു. റൂമിനകത്ത് പോയേക്കും മകനെ കാണാനില്ല. അയാൾ ആകെ ബേജാറായി വന്ന് എന്താണ് ആരാ വിളിക്കുന്നത്? അപ്പൊ ഞാൻ എക്സസൈസിലാണ്, ഞങ്ങൾ രാത്രി കണ്ട് നമ്മൾ പേടിക്കാനൊന്നുമില്ല, ഒന്നുകൊണ്ട് വരി. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. ചെറിയ ചെക്കന്മാരാണ്. ഞാൻ ഇല്ലാത്ത ഒരു കാര്യമല്ലോടെ പറയുന്നത്. അങ്ങനെ ആ 2 കുട്ടികളെ കേസ് എടുക്കാതെ നന്നാക്കി വിട്ടു. ആ കുട്ടികളെ ബീച്ച് ഹോസ്പിറ്റലിൽ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് അച്ഛന്റെ അമ്മേന്റെ കൊടുത്ത് ഞങ്ങൾ പറഞ്ഞയച്ചു. മകൻ ചികിത്സയ്ക്ക് വിധേയമാവുണ്ടെന്ന് ആഴ്ചയിൽ ഒരിക്കലും ഇവിടെ വന്ന് ഞങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല. പക്ഷെ ഞങ്ങള് ആ നന്നാക്കാൻ വേണ്ടി പറഞ്ഞ അച്ഛനോടും അമ്മയോടും മകനോടും പറഞ്ഞു എല്ലാ ആഴ്ചയിലും ഇവിടെ വന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്തണം. അവിടെ പോയ ഓഫീസിൽ പോയി OP ഷീറ്റും മരുന്ന് ഷീറ്റും കഴിക്കുന്നതിന്റെ പേര് ഞങ്ങളെ ബോധ്യപ്പെടുത്തണമെന്ന് പറഞ്ഞ് ഇന്നാളെ അവന്റെ ഉമ്മയും വാപ്പിയിലൂടെ ചെക്കന്റെ ബർത്ത്ഡേക്ക് ഞങ്ങൾ ഓഫീസിൽ കയറി വന്ന് വലിയൊരു കേക്കൊക്കെ വാങ്ങിയിട്ട് സാറുമാരുടെ മക്കളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെയൊക്കെ വീടുകൾ സംഭവിക്കാം. നമ്മുടെ വീട്ടിൽ മക്കളെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ നിയമപരമായിട്ട് ഏറ്റവും കൂടുതൽ ശിക്ഷ ഒരു കൊലപാതകത്തെക്കാൾ കൂടുതൽ ഇതിന് ക്വാണ്ടിറ്റി ഉണ്ട്. ഞങ്ങൾ പിടിച്ചെടുക്കുന്ന പലപ്പോഴും ഉണ്ടാകുന്ന പരാതി, ഞങ്ങൾ കഞ്ചാവ് കേസ് എടുത്താൽ അളവുണ്ട്. പലപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഞങ്ങൾ കഞ്ചാവ് കേസ് എടുത്താൽ അല്ലെങ്കിൽ മദ്യ കേസ് എടുത്താൽ നിങ്ങൾ എടുത്ത് കൊണ്ടുപോകും, ആളെ പിടിച്ചു കൊണ്ടുപോകും, വൈകുന്നേരം ആകുമ്പോഴേക്കും തിരിച്ചെത്തുന്നുള്ളൂ അല്ലേ? നിങ്ങളൊക്കെ പറയുന്നൊരു പരാതിയാണ്. 1 കിലോ കഞ്ചാവിൽ കൂടുതൽ കണ്ടെടുത്താലേ ഞങ്ങൾക്ക് അവനെ റിമാൻഡ് ചെയ്യാൻ പറ്റൂ. മനസ്സിലാണ്. 999 ഗ്രാം വരെ കഞ്ചാവ് പിടിച്ച് ഞങ്ങൾ ഇവിടുന്ന് ഒരുത്തനെ പിടിച്ചു കൊണ്ടുപോയി. അവന്റെ വഴിയാൽ അവന്റെ കുടുംബത്തിൽപ്പെട്ടതോ സുഹൃത്തു വലയത്തിൽപ്പെട്ട 2 ആളുകൾ ഫോട്ടോ ഉള്ള ഐഡന്റി കാർഡായിട്ട് 2 ആൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അവന് ജാമ്യത്തിൽ വിട്ടോളണം. അതാണ് നിയമം. അല്ല ഞങ്ങൾക്ക് ജയിലിലടയ്ക്കാൻ പറ്റില്ല. പക്ഷേ ഈ പുതിയ NDPS നിയമപ്രകാരം ഇത്ര സാധനങ്ങൾ ഞാൻ പറഞ്ഞ രാസലഹരികൾ ഉണ്ടല്ലോ, 2 ഗ്രാം വരെ കിട്ടിക്കഴിഞ്ഞാൽ അവനെ റിമാൻഡ് ചെയ്യാൻ ഞങ്ങൾക്ക്. ഈ പറഞ്ഞ രാസലഹരി പോലുള്ള സാധനങ്ങൾ 2 ഗ്രാം വരെ കിട്ടിക്കഴിഞ്ഞാൽ അവനെ ഞങ്ങൾ ജയിലിലടയ്ക്കാം. അതിനൊരാളുണ്ട് 2 ഗ്രാം, 10 ഗ്രാം, 20 ഗ്രാം. ഈ 20 ഗ്രാം എന്ന് പറഞ്ഞാൽ കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി എന്ന് പറയാം. 20 ഗ്രാം ഈ സാധനം ഒരാളെ നിന്ന് പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ അവനെ 10 വർഷത്തിൽ കുറഞ്ഞ് ശിക്ഷിക്കാൻ ജഡ്ജിക്ക് അധികാരമില്ല എന്നാണ്. മനസ്സിലായോ? ഒരു 8 കൊല്ലം ശിക്ഷിക്കാൻ അല്ലെങ്കിൽ 9 കൊല്ലം മതിയെന്ന് തീരുമാനിക്കുന്ന അധികാരം പോലും ജഡ്ജിക്ക് ഇല്ലാത്ത രീതിയിൽ അത്രയും കഠിനമായ ശിക്ഷയാണ് ഈ നിയമം നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുകൂടി എവിടെ നമ്മൾ ചർച്ചയാക്കണോ? നമ്മുടെ വീടിനകത്തളങ്ങളിൽ ഇതൊക്കെ നമ്മൾ ചർച്ചയാക്കണം. മനസ്സിലായോ? ഇതുമായി ബന്ധപ്പെട്ട ഇന്ന് തന്നെ പോയിട്ട് മയക്കുമരുന്നിനെ കുറിച്ച് ചർച്ച തുടങ്ങിക്കാളി വീട്ടിൽ ഇരുന്നിട്ട് കേട്ടോ. എല്ലാരും കൂടെ തുടങ്ങോ? ഇന്ന് പോയിട്ട് ഇന്ന് രാത്രി തന്നെ തുടങ്ങിക്കോളണം കേട്ടോ. ചെയ്യോ? ചെയ്യരുത്. നമ്മളെ ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ അതിലേക്ക് എത്തണം. എല്ലാ വിഷയങ്ങളും ഞാൻ എന്റെ വിഷയത്തായോണ്ട് മാത്രമാണ് ഞാൻ അതിനെ കുറിച്ച് പറയുന്നത്. എല്ലാ വിഷയങ്ങളും നമ്മളെ കുടുംബത്തിലെ മരണം, ജനനം, എല്ലാ കാര്യങ്ങളും നമ്മൾ ചർച്ചയാക്കണം. ഇതിന് എത്ര സമയമാണെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. എല്ലാ ദിവസവും മരണം നടക്കല്ലേ അല്ലെ? ഓരോ ദിവസം ഉണ്ടാകുന്ന പ്രത്യേക വിഷയങ്ങൾ വെച്ച് നമ്മളെ വീട്ടിൽ ചർച്ചയാക്കി നല്ല രീതിയിൽ മാറ്റിക്കൊണ്ട് നമ്മളെ മക്കളെ ചേർത്ത് പിടിക്കാൻ നമ്മൾ തയ്യാറാവേണ്ടതുണ്ട്. അപ്പൊ ഈ രീതിയിൽ കുട്ടികളെ നിയമത്തെക്കുറിച്ചും നിയമബോധം നമ്മൾ പഠിക്കണം. ഇത് ഒരുപാട് ശിക്ഷ കിട്ടുന്ന വകുപ്പാണ് മോനെ. ഈ NDPS നിയമത്തിൽപ്പെടുത്ത കുട്ടിയെ നേരത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരു ഉമ്മ പോയപ്പോ ഉമ്മ പറഞ്ഞതിനോട് 50,000 റുപ്യ വക്കീൽ വാങ്ങി എന്നുള്ളത് നമ്മളെ മോനോട് പറഞ്ഞു കൊടുക്കണം.
അല്ല അന്നെ നാളെ പിടിച്ചെത്ര ഞാൻ കൊടുക്കേണ്ടി വരും നല്ല പറയുന്നത്. ഈ കേട്ടില്ലേ അപ്പുറത്തെ ആ നബീസിത്താന്റെ മോനില്ലേ, ഓനങ്ങനെ പിടിച്ചിട്ട് ഓന് ജയിലിൽ നിറക്കാൻ വേണ്ടി വക്കീലിന് എത്ര രൂപ കൊടുത്ത് 1,50,000 ഹൈക്കോടതി കൊടുക്കേണ്ടി വന്നു പോലെ മുമ്പളൊക്കെയാണ് കുടുങ്ങി വരുമ്പൊക്കെ എന്താ ഉള്ളത്, ആ കുടുംബം കടം വാങ്ങി ആത്മഹത്യ ചെയ്യും. ആ രീതിയിലേക്ക് ഈ ഒരു സന്ദേശം അറിയാതെ നമ്മുടെ അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടി നമ്മളൊക്കെ തയ്യാറാവണം. നിങ്ങൾക്ക് അടുത്ത രീതിയിൽ നല്ല രീതിയിലുള്ള ക്ലാസ് എടുക്കാനുള്ള മാഷോട് വന്നിട്ടുണ്ട്, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, സോറി. അപ്പൊ എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ ക്ലാരിഫിക്കേഷൻ വേണ്ടി നമുക്ക് ചോദിക്കാനാണ്, നമുക്ക് പരസ്പരം ചോദിക്കാം. ഈ ഒരു സാധനം കണ്ടിരുന്നത് ഇത് കണ്ട കൊല്ലം തോന്നുന്നുണ്ടോ? ഒരു 10 കൂടെ സാർ ഇതൊന്ന് നോക്കിയേ, ഇത് തുറക്കി മാഗ്നറ്റ് ആണത്. ആ അത് മാഗ്നറ്റ്, അത് തുറക്കി. ഇതാണ് സാധനം. ഇതെന്താ സംഭവം എന്നറിയോ? ഇത് ഞങ്ങൾ നാളെ ഒരു കുട്ടീനെ ഇത് പിടിച്ചെടുത്ത സാധനം. ഇതൊരു പിന്നെ പേഴ്സ് പോലെ എന്തോ ഒരു നല്ലൊരു കാണാൻ രസമുള്ള ഒരു സാധനം അല്ലേ? ഇതൊരു മാഗ്നറ്റിന്റെ ലോക്കാണ്. ഈ ലോക്ക് തുറന്നു കഴിഞ്ഞാല് ഇതിങ്ങനെ നൂർത്താം. ഇത് കണ്ടോ? ഇങ്ങനെ നൂർത്തി കഴിഞ്ഞാൽ ഇതിനകത്തൊരു പേപ്പറാണ്. ഇതാണ് പേപ്പർ, കണ്ടോ? ഈ പേപ്പറും ഇതുപോലെ കീറിയെടുക്കാവുന്ന ഒരു കഷ്ണം പേപ്പറും. ഈ 2 പേപ്പറാണ് ഇതിനകത്തുള്ളത് അല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ മക്കളെ മേലെ നമ്മളൊരു കണ്ണു വേണമെന്ന് ഞാൻ പറഞ്ഞില്ലേ? നമ്മുടെ മക്കളെ ഇതുപോലെ അവന്റെ നിത്യജീവിതത്തിലോ പഠനത്തിനോ ആവശ്യമില്ലാത്ത എന്ത് സാധനം കണ്ടാലും സംശയങ്ങളോടെ നോക്കണം. ഈ സാധനം എന്താ അറിയുക? ഈ സാധനം ലോകത്തെല്ലായിടത്തും കഞ്ചാവ് ഉപയോഗിക്കാനല്ലാതെ വേറെ ഒന്നിനും പറ്റൂല ഈ ഒരു സാധനം. പക്ഷെ ഇത് കണ്ടാൽ നിങ്ങൾക്ക് ആർക്കും പറയാൻ പറ്റുമോ? നിങ്ങളെ മക്കളെ കയ്യിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ? ഞങ്ങളൊരു കഞ്ചാവ് കേസ് എടുത്തപ്പോൾ അവന്റെ അമ്മ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഇത് ഞാൻ കാണണമല്ലോ സാർ, ഇത് ഓന്റെ ബുക്കിൽ വെക്കണം, ഓനെന്തോ ചെടീന്റെ അലയും പോവാന്നൊക്കെ പറയും. സാധനം ശരിയാണ് അല്ലേ? കഞ്ചാവാന ചെടീന്റെ അലയും പോവുകയാണ്. ഞാൻ ഈ പറഞ്ഞ സാധനം പല രീതിയിലും കാണാം. ഇതൊരു കവറാണ്, ഇതിന് OCB പേപ്പർ എന്നാ പറയാം. അപ്പൊ ഞാൻ കാണിച്ച പേപ്പറിനാ, അത് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആണ്. എപ്പോഴാണ് ഞങ്ങൾക്ക് കിട്ടിയത്? കോഴിക്കോട് ഏതൊരു കടയിൽ നിന്ന് വാങ്ങിയെന്ന് പറഞ്ഞു. ഇതാണ് സാധാരണ ഉപയോഗിക്കുന്ന പേപ്പർ. ഇത് മാർക്കറ്റിലൊന്നും നിങ്ങൾക്ക് ഓൺലൈനിലേ കിട്ടുള്ളൂ. ചില കടകളിൽ ഇപ്പോൾ ഓൺലൈനിൽ വരുത്തിയിട്ട് കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. ഇതാണ്ടാ ഈ രീതിയിലുള്ള ഒരു പേപ്പർ നിങ്ങളെ കുട്ടിക്ക് ഒരാവശ്യമില്ല. അവന്റെ പഠനത്തിന് ആവശ്യമായിട്ട് ബന്ധപ്പെട്ട് ഈ രീതിയിലുള്ള ഒരു പേപ്പർ അവന് ആവശ്യമില്ല. മനസ്സിലായോ? ഈ പേപ്പർ സൂക്ഷിക്കുന്നത് ഇങ്ങനെയാണ്, ഇങ്ങനത്തെ ഒരു സാധനത്തിലാണ്. എല്ലാ കുട്ടികളെയും ഇനി ചിലപ്പോൾ കൗതുകത്തിന് വീഡിയോ റോഡിൽ കണ്ടാൽ ചിലപ്പോൾ ഒരു കുട്ടി എടുത്ത് വെച്ച് ഇത് കണ്ടിച്ചിട്ട് അവനെ തല്ലാനും കൊല്ലാൻ നിൽക്കരുത് പോയിട്ട്. ഞാൻ പറയുന്നത് ഇതുപോലെ അസ്വാഭാവികമായ ഈ സാധനം അവന് ആവശ്യമില്ലാത്ത, മനസ്സിലായില്ലേ? അതേപോലെ നേരത്തെ പറഞ്ഞ ആ സാധനത്തിന് അതാണിത്. നമ്മുടെ ഫിൽറ്റർ സിഗരറ്റ് ആണുങ്ങൾക്ക് അറിയാം, സിഗരറ്റ് കിട്ടി അതിന്റെ അടിയിൽ പഞ്ഞി വെക്കുന്ന സ്ഥലല്ലേ, അതേപോലെ വെക്കാനുള്ള കടലാസാണ് ഈ കടലാസ്. കണ്ടോ? ഇത് ഇവന് പഠിക്കാനോ വേറെ ഒന്നിനും ആവശ്യമില്ല. ഈ പെട്ടി കടലാസ് കണ്ടിട്ട് നിങ്ങൾ സംശയിച്ചോളി, നിങ്ങളുടെ മകനോ മകളോ അല്ല അടുത്ത വീട്ടിൽ ആരെ കയ്യിൽ കണ്ടല്ലോ അവനെന്തോ ഒരു സംതിങ് റോങ്. മനസ്സിലായോ? അതൊന്നും പരിചയപ്പെടും, ഞാൻ മറന്നു ചോദിച്ചാൽ നന്നായി. അതേപോലെ അത് പോയിക്കോട്ടെ, അത് പറഞ്ഞു. ഇപ്പൊ വ്യാപകമായിട്ട് കാണുന്ന സാധനം പൊതിയ സിഗരറ്റ് മര്യാദ. ഇത് പ്ലാസ്റ്റിക് കവറാട്ടോ. ഇത് ചെറിയ കവറാണ്. ഇതുണ്ട് പ്ലാസ്റ്റിക് ചെറിയ കവറുണ്ടോ? ഇത് നമ്മൾ ഇലക്ട്രോണിക് സാധനങ്ങൾ പോലെ നട്ടോ ബോൾട്ടോ ചെറിയ സാധനങ്ങളൊക്കെ ഇട്ട് വരുന്ന കവറാണ്. ഇത് ലോക്കാണ് ഈ സാധനം. ഇത് നമ്മൾ ബലം പ്രയോഗിച്ച് തുറക്കണത്. കാരണം ഇതിനകത്ത് എയർ കടക്കലോ എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതുപോലുള്ള ചെറിയ കവറുകൾ നമ്മുടെ മക്കൾക്ക് ഒരാവശ്യമില്ല. പക്ഷെ ഞാൻ ഈ പറഞ്ഞ പുതിയ തരം രാസലഹരികളൊക്കെ തന്നെ ഇങ്ങനെ കൊണ്ടുനടക്കും. ഇങ്ങനത്തെ കവറിലിട്ട് കൊണ്ടുനടന്നില്ലെങ്കിൽ അന്തരീക്ഷവുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അത് നീരാവിയിൽ പോയി പോകും. അപ്പൊ ഇതുപോലെ എയർ ടൈറ്റ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് കവറുകളിലാണ് ഈ സാധനം സൂക്ഷിക്കുക. ആവശ്യമില്ലാതെ അവന്റെ ബാഗിലോ പുസ്തകത്തിലോ കീശയിലൊക്കെ ഇങ്ങനത്തെ കവറുകൾ കാണാണ്. ഇതില് ഞാൻ നേരത്തെ പറഞ്ഞ MDM ഒക്കെ ചെറിയ ഒരു നൂല് വളരെ നിസ്സാരമായ സാധനമാണ് കേട്ടോ. എന്തൊരു കരട് കുടിക്കാൻ നിങ്ങൾക്ക് കണ്ടാൽ ചിലപ്പോൾ ബോധ്യപ്പെടില്ല. അത്രയും നിസ്സാരമായ രീതിയിലൊക്കെ ഒരു വെള്ളപ്പൊടി പോലെയൊക്കെ ഇതിനകത്ത് കാണാൻ പറ്റും. ഉപയോഗിച്ച കവറാണ്. അല്ലെങ്കിലും ഇത്തരം എന്തിനാ പറഞ്ഞാൽ കൊണ്ട് നടക്കുന്നത്? ഓമ്പർ സ്കൂളിൽ റബ്ബർ ഇടാനാണ്, അങ്ങനെയാണ്. ഓക്കെ, നമുക്ക് സംഭവിച്ചത്. പക്ഷെ അത് നമ്മളെ കണ്ണ് എപ്പോഴും അതിനകത്തൊന്ന് വേണം. ഇതിനുള്ളിൽ എപ്പോഴെങ്കിലും ഒരു വെളുത്ത പൊടി കാണുന്നുണ്ട്, എപ്പോഴെങ്കിലും സ്റ്റാമ്പ് പോലത്തെ ഒരു സാധനം ഇതിനകത്ത് കാണുന്നുണ്ടോ എന്നുള്ളൊരു ശ്രദ്ധ നമ്മളെ മനസ്സിൽ വേണം. ഇതൊന്നും കുട്ടികൾക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളാണ്. അത് കുട്ടികൾക്ക് ആവശ്യമില്ലാത്ത, ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഈ സാധനത്തിന് ഒരു കളറില്ല. ഇത് ടാബ്ലറ്റ് ആയിട്ട് ജലൂസിൽ ഗുളിക പോലെ ഈ സാധനം കിട്ടും. എന്ത് ചെയ്യുമ്പോൾ ഉപ്പ് കല്ല് പോലെ കിട്ടും, ഒരു മഞ്ഞ പൊടി പോലെ കിട്ടും. മനസ്സിലായോ? പല രൂപത്തിലും പല കളറിലും ഈ സാധനം കിട്ടും. ഇപ്പൊ ഞങ്ങൾ കാണാൻ തുടങ്ങിയിട്ട് ഇപ്പൊ കുറച്ചായിട്ടുള്ളൂ. പിന്നെ എങ്ങനെ നിങ്ങൾ കാണാം?
അപ്പൊ പല രൂപത്തിലും പല ഭാവത്തിലും ദൈവത്തിന് പറയുന്ന പല രൂപത്തിൽ പല വേഷത്തിൽ വരില്ലേ? അതേപോലെ ഒക്കെ ഈ സാധനങ്ങൾ വരും. നമ്മൾ നിരന്തരം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക, നമ്മൾ പഠിക്കാൻ തയ്യാറാവുക, പഠിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ.